ഇപ്പോൾ ഉള്ളത് NRK സ്കൂളിന് സമീപത്താണ്. അപ്പോൾ നമ്മുടെ സമിതിക്ക് നമ്മുടെ കായംകുളം നിവാസികൾക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. ഇദ്ദേഹം ഒരു മുച്ചക്ര വാഹനത്തിൽ നിരവധി തവണ പുല്ലുളങ്ങര അങ്ങനെ കായംകുളം ദേശങ്ങളിലുള്ളവർക്കെല്ലാം സുപരിചിതമാണ്. അപ്പം ഈ കഴിഞ്ഞ കുറേ നാളുകൾക്ക് ശേഷം ഇപ്പോൾ ഒരു കച്ചവടം തുടങ്ങുകയാണ്. അപ്പോൾ പലരുടെയും സഹായത്തോടെയാണ് ഈ കച്ചവടം തുടങ്ങുന്നത്. പ്രവാസി ചാരിറ്റി എന്ന് പറഞ്ഞാൽ കുറേ സംഘടനക്കാർ ചേർന്ന് ഇദ്ദേഹത്തിനൊരു സംരംഭം വിട്ടുകൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം കുറച്ച് നാൾ മുമ്പ് കിടപ്പിലായപ്പോൾ നാട്ടുകാരുടെയും സഹായത്തോടെ ഉയർത്തെഴുന്നേറ്റെന്നാണ് അദ്ദേഹം തന്നെ നമ്മളടുത്ത് പറയുന്നത്. വീട്ടിലെ പരിസ്ഥിതി വളരെ മോശമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വീട് സമീപത്തുള്ള ഒരു സൊസൈറ്റിയിൽ ജപ്തി ഭീഷണി നേരിട്ടു. അങ്ങനെ ആൾക്കാർ അവരെല്ലാം ഇടപെട്ട് സമീപത്തുള്ള പ്രദേശവാസികളും എല്ലാ സംഘടനക്കാരും ഇടപെട്ട് അദ്ദേഹത്തിൻ്റെ ആ വീട് ഇപ്പോൾ അദ്ദേഹത്തിന് നൽകുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചേക്കാം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ. സമ്മതിക്കാം. അപ്പം കുറച്ച് നാൾ കിടപ്പിലായെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതെന്താണ് കാര്യം? ശരിക്കും ഇദ്ദേഹം പോളിയോ ബാധിച്ച ഒരു വ്യക്തിയാണ്. എൻ്റെ 3.5 വയസ്സിൽ എനിക്ക് പോളിയോ വന്ന് അതിൽ നിന്നും നടപ്പിന്റെ പോയി. പിന്നെ 4 കാലം എഴയുമായിരുന്നു. എഴിഞ്ഞ് എൻ്റെ ജീവിതമാർഗം നടക്കി അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഫാദറും മദറും മരിച്ചു. അതിനുശേഷം ഞാൻ ഒറ്റയ്ക്കായിരുന്നു. പിന്നെ എൻ്റെ സഹോദരങ്ങളെ സമ്പത്തിലാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. അവരുടെ തണലിലാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. എല്ലാം എപ്പോഴും നമ്മളവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ശരിയുള്ള കാര്യമല്ല. പക്ഷെ എന്നാലും നമ്മൾ എന്ത് എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരങ്ങളും എനിക്ക് സഹായിച്ചിട്ടുണ്ട്. അതിന്നും ഉണ്ട്. എൻ്റെ സഹോദരങ്ങൾക്ക് 9 മക്കളുണ്ട്. അവരുടെ സഹായം. പിന്നെ അതിന് ഉപരിയായിട്ട് ഞാൻ വീണ് കഴിഞ്ഞപ്പോൾ എൻ്റെ പരിസരവാസികൾ, എൻ്റെ നാട്ടുകാർ, എൻ്റെ കൂട്ടുകാരന്മാരാണ് ഏറ്റവും കൂടുതൽ എനിക്ക് സഹായിച്ചത്. എൻ്റെ നാട്ടുകാരാണ്. ഈ നാട്ടുകാർ പ്രവാസി എന്ന് പറഞ്ഞ ആൾക്കാര്, അതുപോലെ സംഘടനകള്, അതുപോലെ പല ആൾക്കാരും, അതായത് 1 രൂപയെങ്കിലും നമ്മുടെ വീട്ടിൽ അവർ കൊണ്ട് തന്നിട്ടുണ്ട്. തന്ന് നമ്മളെ സഹായിച്ച്. നമ്മുടെ പ്രമാണം സൊസൈറ്റിയിലായിരുന്നു, അത് ജപ്തി ഭീഷണിയിലായിരുന്നു. അത് അവരെടുത്ത് എനിക്ക് റിലീസ് ചെയ്ത് എൻ്റെ കൈ. കായംകുളം ഫാമിലി ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഒരു സംഘടനയാണ്. അവരാണ് എനിക്ക് ഇത് ഇത്രയും സഹായിച്ച് അതെല്ലാം വരുമ്പോൾ ഇവിടെ ആകെ വൃത്തികേടായിട്ട് കിടക്കുന്ന ഒരു ഏരിയ ആയിരുന്നു. എന്റെ മാവോലി മുക്കിന് എന്റെ കൂട്ടുകാരന്മാർ ഇഷ്ടം. പുളിമുക്കിന് തെക്കോട്ട് ചെല്ലുമ്പോൾ ഒരു ജംഗ്ഷനുണ്ട്. അതായത് പഴയ ഒരു തീപ്പെട്ടി കമ്പനി ഉണ്ടായിരുന്നു. അതിന്റെ അവിടെ തന്നെ അവിടെയാണ് ഈ മാവോലി മുക്ക് എന്നറിയപ്പെടുന്നത്. ആ പ്രദേശമാണ്. അവരെന്ന് വെച്ചാൽ എന്റെ പ്രത്യേകിച്ച് പറയാൻ എന്റെ കൂട്ടുകാരന്മാരാണ്. പല കൂട്ടുകാരന്മാരാണ്. അതിന്റെ അകത്ത് പ്രായം കൂടിയവരുണ്ട്, പ്രായം കുറഞ്ഞവരുണ്ട്, എന്റെ പ്രായമുള്ളവരും മതത്തിൽപ്പെട്ടവരുമുണ്ട്. അതൊന്നും അവിടെ മതങ്ങളില്ല, അവിടെ മനുഷ്യരാണ്. അവരാണ് എനിക്ക് ഏറ്റവും കൂടുതൽ. ഞാൻ കണ്ടായിരുന്നു ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ഡിവൈഎസ്പിയും അതുപോലെ വന്ന് രശ്മിയും കൂടി ചേർന്നാണ് അത് ഉദ്ഘാടനം ചെയ്ത്. ആദ്യ വിൽപ്പന അവരാണ്. അതിനകത്ത് ഭയങ്കര സപ്പോർട്ട് അവര് തന്നിട്ടുണ്ട്. പിന്നെ ഇതുപോലെ പിന്നെയുള്ള നാട്ടുകാരുടെ സഹായം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ പരിപാടി ഒരു വിജയമാക്കി തരണമെങ്കിൽ ഈ നാട്ടുകാരികളെ സഹായിക്കണം. അതേ ഉള്ളൂ എനിക്ക് പറയാൻ. പിന്നെ എന്റെ ഭാര്യയാണ് ഏറ്റവും കൂടുതൽ എനിക്ക് സപ്പോർട്ട് ചെയ്ത് തന്നത്. അതാണ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഭാര്യയാണ്. വൻകിട മുതലാളിമാരെ നിങ്ങൾ സഹായിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഈ ചെറുകിട മുതലാളിയും കൂടെ നിങ്ങൾ സഹായിക്കും. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഒരു പാന്റ് ഇട്ടുകൊണ്ട് കിടക്കുവാണെങ്കിൽ നമ്മൾ പറയും കായംകുളത്ത് വലിയ കടകളിൽ പോയി വാങ്ങിച്ചതെന്ന് പറയും. പക്ഷെ നമ്മൾ ഈ ചെറുപ്പക്കാരന്റെ ഈ ചെറിയൊരു രസം രാത്രി രാത്രി ഇപ്പൊ 6:30 ആകുമ്പോ അടയ്ക്കും. കാരണം രാത്രി 6:30 ആകുമ്പോ ഇരുട്ടാണ്. പിന്നെ ഒരു 8:30 വരെയൊക്കെ ഇരിക്കണം ആഗ്രഹമുണ്ട്. എന്താ വെച്ചാൽ പണി കഴിഞ്ഞ് പോകുന്ന ആൾക്കാർ 8:30 ആവും കൂടുതൽ ഇത് പോകുന്നതാണ്. പക്ഷെ ആ വെട്ടത്തിന്റെ ഒരു ബുദ്ധിമുട്ട് എനിക്കൊന്ന് മാറ്റി കിട്ടിയ. ഇദ്ദേഹത്തിന്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ കറണ്ട് ഇല്ലാത്ത ഒരു ബുദ്ധിമുട്ടാണ്. നമുക്ക് ഡയറക്റ്റ് KCB കറണ്ട് എടുക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നമ്മള് ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും സുമനസ്സുകൾ ഇദ്ദേഹത്തിന് ഒരു സോളാർ ലൈറ്റ് വാങ്ങിച്ചു കൊടുത്താൽ അത്ര ഉപകാരമായെന്ന് ഞാൻ പറയും. അല്ലെ? വളരെ ഉപകാരമായിരിക്കും. അപ്പം സമിതിക്ക് നിങ്ങളാരും കൈവിടരുത്.